ശ്രീ എസ് കെ സജീഷ്, കരിമണൽ കമ്പനിയുമായുള്ള ഇടപാടുകളെ സംബന്ധിച്ച ഇൻകം ടാക്സ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ തീരുമാനം വന്നപ്പോൾ CPM-ന്റെ ഔദ്യോഗികമായ വാർത്താക്കുറിപ്പിലൂടെ വന്ന വിശദീകരണം എന്ന് പറയുന്നത് രണ്ടു കമ്പനികൾ തമ്മിലുള്ള സുതാര്യമായ ഇടപാടാണ് എന്നുള്ളതായിരുന്നു. അങ്ങേക്ക് ഓർമ്മയുണ്ടാകും, അന്ന് അങ്ങ് ചർച്ചകളിൽ സജീവമായിരുന്നു. ഇപ്പോൾ അതിലൊരു അന്വേഷണം ഉണ്ടായിരിക്കുകയാണ്. വളരെ പ്രാഥമികമായ ഒരു അന്വേഷണം ഉണ്ടായി. അതിൽ ആക്ടിന്റെ വയലേഷൻ ഉണ്ടെന്ന് കണ്ടെത്തി അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര കമ്പനികാര്യ വകുപ്പ്. രാഷ്ട്രീയ പ്രേരിതമെന്ന വാദം ഇനി നിലനിൽക്കുമോ? പാർട്ടി അങ്ങനെ വിചാരിക്കുന്നുണ്ടോ? അല്ല, ഒരു കാര്യം ഇതിൽ മനസ്സിലാക്കേണ്ടത്, നമ്മളേറെ നാൾ ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ ആ സമയത്തെല്ലാം ഇതിനെക്കുറിച്ച് വ്യക്തമായി മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഒന്ന്, ഇന്ററിം സെറ്റിൽമെൻറ്റ് ബോർഡ് 2019 മുതൽ ഏതാണ്ട് 4 വർഷക്കാലം എല്ലാ വശവും കേന്ദ്ര സർക്കാരിന് വേണ്ടി അന്വേഷിച്ചതാണ്. അങ്ങനെ അന്വേഷിച്ചിട്ട് അവർ തയ്യാറാക്കിയ റിപ്പോർട്ട്, ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വീണയ്ക്കൊരു നോട്ടീസ് പോലും നൽകുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ 2023 ജൂണിലാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നത്. എന്നതിന് ശേഷം ഇവിടെ അത് വെച്ച് രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിച്ച പലരുമുണ്ട്. ഇത്രയും കാലത്തിനിടയിൽ അത്തരത്തിലൊരു നോട്ടീസ് നൽകാൻ വേണ്ടി പോലും തയ്യാറായിട്ടില്ല. മാത്രവുമല്ല, അന്ന് അവരുടെ ഉത്തരവ് എന്ന് പറയുന്നത് അതിനകത്ത് ഒരു വശം കേൾക്കാതെയാണ് എന്ന കാര്യം നമുക്കറിയാം. നേരത്തെ സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും എല്ലാം ചോദ്യം ചെയ്യുന്ന സമയത്ത് അവരെ കൂടി ഇന്ററിം സെറ്റിൽമെൻറ്റ് ബോർഡ് കേട്ടുകൊണ്ടാണ് റിപ്പോർട്ട് തയ്യാറാക്കിയെന്ന് നമുക്കറിയാം. അത്തരത്തിൽ കേൾക്കുക പോലും ചെയ്യാതെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുകയും അതിനുശേഷം ഇപ്പോൾ കോൺഗ്രസിൻ്റെയും BJP-യുടെയും അവരുടെ ഘടകകക്ഷികളായിട്ടുള്ള പലരുടെയും എല്ലാം ആളുകൾ നിരന്തരമായി ഈ കേസ് എങ്ങനെയെങ്കിലും ഈ വീടുതൽ ചർച്ച നടത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടത്തിലേക്ക് എത്തിക്കാൻ കഴിയുമോ എന്ന പരിശ്രമമാണ് നടത്തിയത്. ഇപ്പോൾ ഷോൺ ജോർജ് എന്ന് പറയുന്ന PC ജോർജിൻ്റെ മകൻ ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ കേസിന് പോയി. ആ കേസിൻ്റെ ഭാഗമായി നോട്ടീസ് വന്നപ്പോൾ ചാടി പുറപ്പെട്ടുകൊണ്ട് ഇത് അന്വേഷിക്കണം എന്ന് കമ്പനികാര്യ മന്ത്രാലയം തീരുമാനിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ നമ്മൾ പ്രധാനമായും കാണേണ്ട ഒരു വിഷയം, ഇത്തരത്തിൽ ഏതെല്ലാം രീതിയിൽ ഇവർ അന്വേഷണം നടത്തുകയും കുപ്രചാരണങ്ങൾ നടത്തുകയും എല്ലാം ചെയ്തിട്ടും ഏതെങ്കിലും രീതിയിലുള്ളൊരു നിയമ നടപടിയിലേക്ക് പോകാൻ ഇവർക്കാർക്കും സാധിച്ചിട്ടില്ല. ഒരിക്കലും ഒരു കക്ഷിയെ കേൾക്കാതെ സ്വീകരിക്കുന്ന ഒരു വിധി പോലും വിധിയായി പരിഗണിക്കാൻ വേണ്ടി പോലും കഴിയില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യവും നിലനിൽക്കുന്നുണ്ട്. ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത്. ഇത് ഇന്ററിം സെറ്റിൽമെൻറ്റ് ബോർഡ് പരിഗണിക്കുന്ന സമയത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് CMRL കമ്പനി അവരുടെ റെയ്ഡിൻ്റെ സമയത്ത് ചില ഉദ്യോഗസ്ഥർ കൊടുത്ത ചില മൊഴി മാത്രമാണ് ഞങ്ങൾക്ക് അതല്ല അഭിപ്രായം എന്ന സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ മുന്നിൽ സത്യവാങ്മൂലം പോലും നൽകിയിട്ട് അത് പരിഗണിക്കാൻ പോലും തയ്യാറാകാതെ ചില പ്രത്യേക ലക്ഷ്യം വെച്ചുകൊണ്ട് ചില പേരുകൾ എഴുതി ചേർക്കുകയായിരുന്നു എന്നെല്ലാം വ്യക്തമായിട്ടുള്ള കാര്യമാണ്. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങൾക്കും നികുതി ഉൾപ്പെടെ നൽകിയിട്ടുണ്ട് എന്ന കാര്യം ഉൾപ്പെടെ വ്യക്തമായിട്ടുണ്ട്. ഇപ്പോൾ അവർക്ക് ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. ആ രാഷ്ട്രീയ ലക്ഷ്യത്തിൻ്റെ ഭാഗമായി അവർ അന്വേഷിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. അന്വേഷിക്കട്ടെ. സ്വാഭാവികമായും അത്തരത്തിലുള്ള ഇവരെല്ലാവരും ചേർന്നുകൊണ്ടുള്ള ഒരു കൂട്ടുകെട്ടിൻ്റെ ഒരു പ്രചാരണത്തിന് വേണ്ടി ഉപയോഗിക്കാൻ അവർ ഈ ഒരു മാർഗം സ്വീകരിക്കുന്നു എന്ന് മാത്രം വിചാരിക്കുന്നു. ശരി, ശ്രീ എസ് കെ സജീഷ്, എനിക്കൊരു ഉപചോദ്യമുണ്ട്, വളരെ ചുരുക്കി പറയണേ അതിന് മറുപടി. അതായത് ഈ ROC ഒരു അന്വേഷണ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അങ്ങ് ആദ്യം പറഞ്ഞതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് 4 വർഷം അന്വേഷിച്ച റിപ്പോർട്ട് തയ്യാറാക്കിയെന്നാണ്. ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിൻ്റെ ഒരു വിധിയായിരുന്നു, ഒരു തീരുമാനമായിട്ടാണ് പുറത്തുനിന്ന്, റിപ്പോർട്ടായിട്ടല്ല എന്നുള്ളത് അങ്ങേക്ക് അറിയാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് തിരുത്തി പോകുന്നു എന്നേ ഉള്ളൂ. പിന്നെ അത് കേന്ദ്ര സർക്കാരിന് വേണ്ടി അന്വേഷിച്ചു എന്നുള്ളത് അങ്ങയുടെ രാഷ്ട്രീയ ആരോപണമാണ്. ഞാൻ ശ്രീ VP ശ്രീപത്മനാഭനോട് അത് ചോദിച്ചു കൊള്ളാം. എന്നിരുന്നാലും ഈ രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ ബാംഗ്ലൂർ യൂണിറ്റിൻ്റെ അന്വേഷണം എന്ന് പറയുന്നത് കമ്പനികാര്യ വകുപ്പിന് അന്വേഷണം പ്രഖ്യാപിക്കാനുള്ളൊരു വഴി മാത്രമായിരുന്നു എന്നാണ് CPM കരുതുന്നത്, അല്ലേ? ഇതെല്ലാം പ്ലാൻഡ് ആണ്. അല്ല, താങ്കൾ അവസാനം പറഞ്ഞ കാര്യത്തിൽ നിന്ന് തുടങ്ങാം. അതായത് ഞാൻ പറഞ്ഞു ഇന്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഒരു ഉത്തരവ് എന്ന് പറയണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഓർഡർ എന്ന് പറയണമെങ്കിൽ അതിനകത്ത് അത് ബാധിക്കുന്ന കക്ഷിക്ക് മാത്രമാണ് അത് ഓർഡർ ആവുന്നത്. കർത്ത ഈ CMRL കമ്പനിയുമായി ബന്ധപ്പെട്ട കർത്തയും അവരുടെ കമ്പനിക്കും അത് സ്വാഭാവികമായും ഓർഡറാണ്. എന്തുകൊണ്ടാണ്? അവരെ കേട്ടുകൊണ്ട് അവരുടെ നികുതി ഒഴിവാക്കി കൊടുക്കണമെന്നുള്ള അവരുടെ അഭ്യർത്ഥനയിൽ വന്ന ഓർഡറാണത്. അത് മറ്റൊരു കക്ഷിയെ ചേർത്തുകൊണ്ടുള്ളതല്ല. അതിൻ്റെ ഭാഗമായി അവർക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടി കഴിയുന്ന സൗകര്യമെല്ലാം ചെയ്തു കൊടുക്കുകയും
ഇവർക്ക് വേണ്ട ചില കാര്യങ്ങൾ അതിനിടയിൽ എഴുതി ചേർക്കുകയുമാണ് ഇൻ്ററിംഗ് സെറ്റിൽമെൻറ്റ് ബോർഡ് ചെയ്തത് എന്നത് വ്യക്തമാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സൂചിപ്പിച്ചത്. നമ്മൾ എക്സാലോജിക്കും വീണയുമായി ബന്ധപ്പെട്ട് ആ കാര്യം ഉയർത്തുന്ന സമയത്ത് അവരെ സംബന്ധിച്ചിടത്തോളം അവരെ കേട്ടുകൊണ്ട് ഇറക്കിയ ഒരു ഓർഡറായി അത് പരിഗണിക്കാൻ വേണ്ടി ഓർഡറാണ്. അത് പറയുകയും ചെയ്യും. ഞാൻ ചോദിക്കുന്നത്, ഈ ROCയുടെ അന്വേഷണ റിപ്പോർട്ട് എന്ന് പറയുന്നത് കമ്പനികാരി കോർപ്പറേഷൻ അന്വേഷണം പ്രഖ്യാപിക്കാനുള്ള ഉപാധി മാത്രമാണ് എന്നാണ് CPM വിലയിരുത്തുന്നത്, അല്ലേ? മാധു, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, രാജ്യത്തുടനീളം എന്തെല്ലാം അന്വേഷണ ഏജൻസികളുണ്ടോ ആ അന്വേഷണ ഏജൻസികളെയെല്ലാം എതിരാളികളായ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് നേരെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ നമുക്ക് കാണാം, ഇപ്പോൾ ഡൽഹി മുഖ്യമന്ത്രിയായിട്ടുള്ള അരവിന്ദ് കെജ്രിവാളിന് 4ാമത്തെ നോട്ടീസാണ് ഇപ്പോൾ ED നൽകിയിരിക്കുന്നത്. രാജ്യത്തുടനീളം ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ കോൺഗ്രസ് ഒക്കെ വലിയ കാര്യത്തിൽ ഈ കാര്യങ്ങൾ പറയുമ്പോൾ, അവതരിപ്പിക്കുമ്പോൾ ഒരു കാര്യം കാണേണ്ടത്, സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും എല്ലാം ഇതേ ഏജൻസികൾ ചോദ്യം ചെയ്യുകയും മണിക്കൂറുകളോളം ചോദ്യം ചെയ്യുകയും അവർക്കെതിരായിട്ടുള്ള റിപ്പോർട്ട് ഇൻ്ററിംഗ് സെറ്റിൽമെൻറ്റ് ബോർഡ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അവരെ ഇരുത്തിക്കൊണ്ട് തയ്യാറാക്കുകയും ചിദംബരം ഉൾപ്പെടെയുള്ള ആളുകളെ ജയിലിലടക്കുകയും എല്ലാം ചെയ്യുമ്പോൾ രാജ്യത്തുടനീളം ഇത്തരത്തിലാണ് സ്വീകരിക്കുന്ന നിലപാട് എന്ന് പൊതുവായി എല്ലാവരും പറയുമ്പോൾ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഒരു പ്രത്യേകത, വാളയാർ ചുരത്തിനിപ്പുറം ഇതിനെയെല്ലാം രാഷ്ട്രീയപരമായി ഉപയോഗിക്കാനും BJPയുടെ കൂടി സഹായത്തോടുകൂടി ഏതെല്ലാം രീതിയിൽ ഇവിടെ ഇതിനെയെല്ലാം തകർക്കാൻ വേണ്ടി ശ്രമിക്കാം എന്നുമാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി ഇങ്ങനെ പല ആരോപണങ്ങളും ഉന്നയിച്ചിട്ടുണ്ട്. ആ ആരോപണങ്ങൾ പലതും നമുക്ക് ഓർമ്മയുണ്ട്. ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഒറ്റ വാചകത്തിൽ പറഞ്ഞ, അതായത് ഒറ്റ മിനിറ്റ് അല്ല, നിലപാട് ഒരു ഉപാധിയാണോ എന്ന് ചോദിച്ചാൽ ആണ് എന്നാണ് പാർട്ടി നിലപാടെന്നോ അല്ല എന്നാണ് പാർട്ടി നിലപാടെന്നോ പറയാൻ തീർന്ന പ്രശ്നമേ ഉള്ളൂ. രണ്ടാമത്തെ ഉപചോദ്യം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പാണ് എന്ന് തന്നെയാണ് പറഞ്ഞത്. താങ്കൾ കേട്ടില്ലേ? അങ്ങനെ പറയരുത്. അതൊരു ശരിയായ രീതിയല്ല. ഞാൻ കൃത്യമായി പറഞ്ഞല്ലോ, രാജ്യത്തുടനീളമുള്ള എല്ലാ അങ്ങനെ ഈ നാഷണൽ ഹെറാൾഡ് കേസ് വരുന്നു തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഉപചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ ശ്രീ SK സജീഷിനോട് പറഞ്ഞിരുന്നു, അതുപോലെ തന്നെ അതെ, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആൻസർ അല്ലല്ലോ ഇവിടെ. ആണ് എന്ന് പറയുന്നതോടൊപ്പം ആണ് എന്ന് സാധൂകരിക്കാൻ വേണ്ടി രാജ്യത്തുടനീളം ഈ നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും കേരളത്തിൽ നേരത്തെ നമുക്കറിയാം ഖുറാനിൽ സ്വർണം കടത്തിയതും ഈന്തപ്പഴത്തിൽ സ്വർണം കടത്തിയതും എല്ലാം ഈ ചർച്ച ചെയ്തത് ഇതുപോലെ മാധ്യമങ്ങളിൽ ഉന്നയിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത കാര്യങ്ങളാണ് എന്ന് നമുക്കറിയാവുന്നതാണ്. അതാണ് ഈ അന്വേഷണ ഏജൻസികളുടെ രീതി. ആ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ദൗർഭാഗ്യവശാൽ ഈ കേരളത്തിലെ വാളയാർ ചുരത്തിനിപ്പുറമുള്ള കോൺഗ്രസ് വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കുന്നു. അത് അവരുടെ പാപ്പരത്വം എന്ന് മാത്രമേ പറയാനുള്ളൂ. ഓക്കെ, ശരി.